ഗൈസ് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കാരണം നമ്മുടെ ബാറ്ററി ഇപ്പോൾ ഇരിക്കണമെന്ന് ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഇത് മൊത്തം കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഇത് നേരെ മാറ്റിയിട്ട് ഒരു പുതിയ ബാറ്ററി എടുക്കാനുള്ള പ്ലാനാണ്. കാരണം ഈ ബാറ്ററിയുടെ ചാർജും കാര്യങ്ങളെല്ലാം പോയി. ഇതിപ്പോൾ കുത്തിയിട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ കൊടുക്കും, 2 ദിവസം കഴിയുമ്പോൾ ബാറ്ററി ചാർജ് ആക്കി പോകും. അപ്പോൾ മൊത്തത്തിൽ ബാറ്ററി മൊത്തം ഷോക്കായിരിക്കാം. അപ്പോൾ ബാറ്ററി പുതിയത് മേടിച്ച് നമുക്ക് നേരെ വണ്ടിയിൽ സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് GT ടൈപ്പ് സ്കേർട്ട് നമ്മൾ ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് സ്കേർട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇനി കുറച്ച് പുട്ടിവർക്കും പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി ഫുൾ പെയിൻറ്റിങ്ങിലേക്ക് ചിലപ്പോൾ ചെയ്യും, ഫുൾ പെയിൻറ്റിങ് ചെയ്യാനുള്ള പ്ലാനാണ്. ഏത് കളർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ മനസ്സിലായിട്ട് 3 കളറുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു കളർ ചെയ്യാനുള്ള പ്ലാനാണ്. എന്തായാലും സ്റ്റേറ്റും നമ്മളെന്തായാലും വീഡിയോയും കാര്യങ്ങളൊക്കെ പുറമേ വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാറ്ററി ഒന്ന് പോയിട്ട് മാറ്റിയിട്ട് പുതിയ ബാറ്ററി മേടിച്ചിട്ട്. അപ്പോൾ കഴിച്ചത് അങ്ങനെ നമ്മൾ പുതിയ ബാറ്ററി മേടിച്ചിട്ടുണ്ട്. ബാറ്ററി റേറ്റ് എന്ന് പറഞ്ഞാൽ 4000 ചില്ലായിരം രൂപ കണ്ട റേറ്റ് തന്നെ. നമ്മുടെ ബാറ്ററി പഴയ ബാറ്ററി കൊടുത്തു കഴിയുമ്പോൾ 1000 രൂപ കുറച്ചുകൂടി. അങ്ങനെ നമ്മൾ പുതിയ ബാറ്ററി എടുത്തിട്ടുണ്ട്. 4200 രൂപയാണ് റേറ്റ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടിയിലേക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് കാണാം. ഇനിയിപ്പോൾ അത് മാത്രമായിട്ട് ഇനി പഴയതായിട്ട് വെക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററി പുതിയ എടുത്തിട്ടുണ്ട്. വണ്ടിക്ക് മിക്കതും പുതിയ തന്നെയാണ് നോക്കണം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ചില സാധനങ്ങൾ, പിന്നെ ഈ ബീഡിങ് കടവണ സാധനങ്ങളൊക്കെ എന്തായാലും പുതിയതായിട്ടാണ്. കാരണം ഇതൊക്കെ പഴയതാണ്. പിന്നെ പെയിൻറ്റിങ് കാര്യങ്ങളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി അത് അടിപൊളി. നമുക്ക് എന്തായാലും ബാറ്ററി വണ്ടിയിലേക്ക് സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഇനി കംപ്ലൈൻറ്റ് കാര്യങ്ങളുള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ കൂളൻറ്റിൻ്റെ അതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അവിടെ ഒരു ചെറിയ ഒലിക്കുണ്ട്. ഇതുകൂടി ക്ലിയർ ചെയ്തേക്കാനെ ബാക്കി 5 ഭാഗം മൊത്തം ക്ലീനായി. പിന്നെ അതുപോലെ എയർ ഫിൽറ്റർ നമുക്ക് വേറെ ചേഞ്ച് ചെയ്യണം. ഇതൊരു സുഖമല്ല. ഇനിയിപ്പോൾ എയർ ഫിൽറ്ററും മാറ്റി കഴിയുമ്പോഴത്തേനും അത്യാവശ്യമില്ല. പിന്നെ എൻജിൻ ബേ ഒന്ന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ അൾട്രാസെൻറ്റർ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും സ്റ്റേറ്റും അത്യാവശ്യം നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തായിട്ട് കാണാം. ശരി എന്നാൽ.